നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, തിരുവചനങ്ങൾ 45 മുതൽ. അക്കാലത്ത് പീലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ, നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഷോയിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങളിൽ വിശുദ്ധ ബർത്തലോമിയെക്കുറിച്ച് അല്ലെങ്കിൽ നഥാനിയേലിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മൾ വായിച്ചു കേൾക്കുന്നില്ല. ആദ്യത്തെ 3 സമാന്തര സുവിശേഷങ്ങളിലും ബർത്തലോമിയോ എന്ന് പറയുമ്പോൾ യോഹന്നാൻ വിശേഷിപ്പിക്കുന്നത് നഥാനിയേൽ എന്നാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം മാത്രമാണ് കുറച്ചെങ്കിലും നഥാനിയേലിനെ കുറിച്ച് ചെറിയൊരു കാര്യമെങ്കിലും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കർത്താവിനെക്കുറിച്ചുള്ള വെബ് സീരീസാണ് ദ ചോസൺ. അതിൻ്റെ ഒരു എപ്പിസോഡിൽ ഈ നഥാനിയേലിനെ കർത്താവ് കണ്ടുമുട്ടുന്നൊരു രംഗം വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. നഥാനിയേൽ ഇങ്ങനെ കർത്താവിന് വേണ്ടി സിനഗോഗ് പണിയുവാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സിവിൽ എഞ്ചിനീയറും ഒരു ആർക്കിടെക്റ്റൊക്കെയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു നിർമ്മാണം ഇങ്ങനെ പൂർത്തീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ കെട്ടിടം മുഴുവൻ ഇടിഞ്ഞ് തകർന്ന് താഴെ പോവുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു നഥാനിയേലുണ്ട്. കെട്ടിടങ്ങൾക്ക് പണിത് അവസാനം വലിയൊരു പള്ളി പണിയുന്ന കർത്താവിന് വേണ്ടി. അതാണ് നഥാനിയേലിൻ്റെ ആഗ്രഹം. എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഒരു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ, ഇങ്ങനെ ഒരു കുന്നിൻ ചെരുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നഥാനിയേൽ 102-ാം സങ്കീർത്തനം, കർത്താവേ, എൻ്റെ കഷ്ടതയുടെ ദിനങ്ങളിൽ എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ, എനിക്ക് ചെവി ചായച്ച് നീ വേഗം ഉത്തരമരളണമെന്ന് ഹൃദയഭേദകമായൊരു സങ്കീർത്തനം ചൊല്ലി എഴുതി വെച്ചതും വരച്ചു കൂട്ടിയതുമായ എല്ലാ പ്ലാനുകളും എടുത്ത് ഇങ്ങനെ കത്തിച്ചു കളയുവാണ്. എന്നിട്ട് ഈ സങ്കടത്തിൽ ഇങ്ങനെ പോയി നഥാനിയേൽ പോയി വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുവാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഒരു താല്പര്യമില്ലാതിരിക്കുമ്പോഴാണ് ഫിലിപ്പ് വന്ന് നഥാനിയേലിനെ വിളിക്കുന്നത്, ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഫിലിപ്പ് ഇങ്ങനെ നഥാനിയേലിനെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുക ഈശോനെ കാണാനായിട്ട്. ആ കാണുന്ന സമയത്താണ് നഥാനിയേൽ ഇങ്ങനെ വളരെ സംശയാലുമായിട്ട് ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്ന് എന്ത് നന്മ വരാനാണ്? ഈശോയെ കാണുമ്പോൾ ഈശോ നഥാനിയേലിനോട് പറയുന്ന കാര്യം അതാണ്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ, ഫിലിപ്പ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. പലപ്പോഴും ഞാനിങ്ങനെ വണ്ടടിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നഥാനിയേലിൻ്റെ ഹൃദയം ഇങ്ങനെ ഭയങ്കരമായിട്ട്, കർത്താവേ, നീ അങ്ങ് സത്യമായ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയാൻ തക്കവണ്ണമുള്ളൊരു വിശ്വാസത്തിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ നോക്കിയിട്ട കർത്താവ്, അവന് ജീവിതത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് മൊമെൻറ്റിൽ എല്ലാം തകർന്നവനെ പോലെ, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും എൻ്റെ എല്ലാ ജോലിയും ചെയ്ത് എല്ലാം മാറ്റിവെച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാനിങ്ങനെ അധ്വാനിച്ച് വളർന്നു വന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിന് അത്രയും ലോയായിട്ടുള്ളൊരു മൊമെൻറ്റിലേക്ക് പതിച്ച നിമിഷം ദൈവം എന്നെ കണ്ടു. എൻ്റെ ആ നിമിഷത്തും ദൈവം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന ബോധ്യമാണ് ഈശോ നഥാനിയേലിന് കൊടുക്കുന്നത്. നഥാനിയേൽ ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങ് എന്നെ എങ്ങനെ അറിയുന്നു? എങ്ങനെയായിരുന്നു? കാരണം ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. നമുക്ക് ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ അറിയാം, നഥാനിയേലിൻ്റെ ഭൂതകാലം, കഴിഞ്ഞ കാലവും ഈ ഒരു നിമിഷവും വരാനിരിക്കുന്ന കാലങ്ങളും എല്ലാം കർത്താവ് അറിയുന്നതായിട്ട് പറയുക. നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വൈഷമ്യം നിറഞ്ഞ നിമിഷങ്ങളിൽ, ഒറ്റപ്പെടലിലൂടെ, തകർച്ചയിലൂടെ നീ കടന്നു പോയപ്പോൾ ഞാൻ നിന്നെ കണ്ടു.
കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന നഥാനിയേലിനെ നോക്കി കർത്താവ് പറയും, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അവൻ്റെ ഇന്നത്തെ ജീവിതാവസ്ഥ കർത്താവ് പറയുക. വീണ്ടും പിന്നീട് കർത്താവ് പറയുന്നു, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ, സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഖമാർ കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതും എല്ലാം നിങ്ങൾ കാണും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നഥാനിയേൽ അല്ലെങ്കിൽ വിശുദ്ധ ബർത്തലോമിയ നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്ന ഏറ്റവും വലിയൊരു ജീവിത ദൈവിക അനുഭവം അതാണ്. എന്നെ അറിയുന്ന എൻ്റെ ദൈവം. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായൊരു ഭക്തിഗാനമുണ്ട്, ഹു ആം ഐ ദാറ്റ് ദ ലോർഡ് ഓഫ് ഓൾ ദി എർത്ത് വുഡ് കെയർ ടു നോ മൈ നെയിം. ഞാൻ ആരാണ്? ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം എൻ്റെ പേരറിയാൻ തക്കവണ്ണം ഞാൻ ആരാണ്? പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിലപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ്. നമ്മുടെ ആരുടെയും ജീവിതങ്ങളോ ജീവിത സാഹചര്യങ്ങളോ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. 139 സങ്കീർത്തനം വായിച്ചാൽ നമുക്കറിയാം എത്രമാത്രം സ്നേഹത്തോടെയും കരുതലോടെയുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. എൻ്റെ ഓരോ നിമിഷവും, എൻ്റെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളും ദൈവസന്നിധിയിൽ വളരെ സ്പഷ്ടമാണ്. പക്ഷെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ എന്നിൽ നിറവേറാൻ തക്കവണ്ണം ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. നഥാനിയേലിനെ പോലെ കർത്താവിനെ തിരിച്ചറിഞ്ഞ്, ദൈവമേ അങ്ങ് യഥാർത്ഥത്തിൽ മനുഷ്യപുത്രനാകുന്നുവെന്ന് പറയാൻ തക്കവണ്ണം ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ ആഴപ്പെടുക. പിന്നീട് നഥാനിയേൽ സംശയത്തോടെ ഒന്നും ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഫിലിപ്പിനോട് ചോദിച്ചു, നസറത്തിൽ നിന്ന് ഇനി എന്തെങ്കിലും നന്മ വരുമോ? കർത്താവിനോട് ചോദിച്ചു, അങ്ങ് എങ്ങനെ എന്നെ അറിയുന്നു? പക്ഷെ ആ ഒരു വിശ്വാസം തുറന്നു കിട്ടിയതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും നഥാനിയേൽ പിന്നെ സുവിശേഷങ്ങളൊരു സംശയം ചോദിക്കുന്നതായിട്ടോ ഒരു ആർഗ്യുമെൻ്റ് നടത്തുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് നഥാനിയേൽ കർത്താവിനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു വചനഭാഗം തരുന്ന ഉറപ്പെന്താണ്? എൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. എൻ്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും കർത്താവ് അറിയുന്നു, കാണുന്നു. ആ കർത്താവ് നാളെ എൻ്റെ ജീവിതത്തെ പച്ചയായ പുൽമേട്ടിലേക്ക് നയിക്കുമെന്ന ഉറച്ച ബോധ്യം. ഈ ഒരു വചനഭാഗത്ത് എന്നെ ആകർഷിച്ച മറ്റൊരു വ്യക്തിത്വം ഫിലിപ്പാണ്. കാരണം 2-3 ഇടങ്ങളിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിട്ട് ഫിലിപ്പിനെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും 12-ാം അധ്യായത്തിൽ കുറേ ഗ്രീക്കുകാർ കർത്താവിനെ തപ്പി വന്നപ്പോൾ അവരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലുന്നതും ഫിലിപ്പാണ്. ഈ ഫിലിപ്പ് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് കർത്താവിനെ തിരിച്ചറിഞ്ഞ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പ്. ഫിലിപ്പ് ചെയ്യുന്ന ഏറ്റവും ലളിതവും സുന്ദരവുമായൊരു കാര്യം എന്താണ്? കർത്താവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ എല്ലാ കൂട്ടുകാരെയും നയിക്കുക. തൻ്റെ അടുക്കൽ വരുന്നവരെ കർത്താവുമായിട്ട് മുട്ടിച്ചു കൊടുക്കുക. ഫിലിപ്പ് ചെയ്ത ഒരൊറ്റ കാര്യം അതുള്ളൂ. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ഫിലിപ്പ് ചെയ്തിട്ടില്ല. ഫിലിപ്പോസ് ചെയ്ത ആകപ്പാടെ ഒരു കാര്യം ഇതാണ്: തൻ്റെ അടുക്കൽ വന്നവരെ ഈശോയിലേക്ക് എത്തിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഇതാണ്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, പിന്നെയോ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരെ ഈശോയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റണം. അവരുടെ ജീവിതത്തിൽ ഈശോയെ കണ്ടുമുട്ടാനും ഈശോയെ അനുഭവിക്കാനും അറിയുവാനുള്ളൊരു വാതിൽ തുറക്കാൻ എൻ്റെ ഭാഗത്തു നിന്നൊരു പരിശ്രമം ഉണ്ടാവണം. അന്ത്രയോസ് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നതുപോലെ, ഫിലിപ്പോസ് ബർത്തലോമിയനെ കൂട്ടിക്കൊണ്ടുവന്നതുപോലെ എൻ്റെ ചുറ്റുമുള്ളവരെയും ഈശോയിലേക്ക് അടുപ്പിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? യഥാർത്ഥത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങളും കൂട്ടുകാരെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഏറ്റവും നല്ല കൂട്ടുകാരായിട്ടുള്ളവർ എപ്പോഴും എന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഒരു കൂട്ടുകെട്ടോ എൻ്റെ ഒരു ജീവിത സാഹചര്യമോ വ്യക്തിബന്ധമോ ഒക്കെ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥമല്ലെന്നും നന്മയല്ലെന്നും തിരിച്ചറിയണം. യഥാർത്ഥത്തിലുള്ളതെല്ലാം എന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. കറതീർന്ന ഒരു ഇസ്രായേൽക്കാരൻ എന്ന് നഥാനിയേലിനെ നോക്കി പറഞ്ഞതുപോലെ ഫിലിപ്പിൻ്റെ അതേ സുവിശേഷ ചൈതന്യത്തോടെ പ്രിയമുള്ളവരെ നമുക്കുമായിരിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകളുണ്ടാവാം. വിഷമിക്കുന്നവരും സങ്കടപ്പെടുന്നവരും രോഗികളും ആകുലരുമൊക്കെ. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. ഈ ലോകം മുഴുവനെയും മാറ്റിമറിക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഒരു വ്യക്തിയെ, ഒരാളെ ഈശോയെ പരിചയപ്പെടുത്താൻ പറ്റുമോ? ഒരാൾക്ക് ഈശോയുടെ അടുത്തേക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പറ്റുമോ? ഒരാളോട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിക്കും. അത് മാത്രമാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ ജീവിതത്തെ അറിയുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ അങ്ങേ കരങ്ങളിൽ എന്നെ താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.